ഹായ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. മനുഷ്യ ശരീരത്തിലെ താപനില വർദ്ധിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ശരീരം ത്വക്കിലൂടെ വിയർപ്പ് പുറന്തള്ളുന്നു. എന്നാൽ ചില ആളുകൾക്ക് അമിതമായ വിയർപ്പും വിയർപ്പുനാറ്റവും ഉണ്ടാകാറുണ്ട്. വേനൽക്കാലത്താണ് ഈ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് ഇത് വളരെയേറെ മാനസികമായ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്ന ഒന്നാണ്. കക്ഷം വൃത്തിയാക്കുന്നതിലെ അപാകത, അതുപോലെ തന്നെ കൊഴുപ്പ് അധികമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, ഹോർമോൺ, പാരമ്പര്യം, ഇങ്ങനെ വിയർപ്പുനാറ്റത്തിന് കാരണങ്ങൾ പലതാണ്. കാരണം എന്തായാലും അത് ഒഴിവാക്കിയാണ് പ്രധാനം. വിയർപ്പുനാറ്റത്തെ പ്രതിരോധിക്കാനായി നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം. കുളിക്കുമ്പോൾ കക്ഷം വൃത്തിയായി കഴുകിയാൽ തന്നെ ദുർഗന്ധം കുറയ്ക്കാൻ സാധിക്കും. ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. ഇനി ഡ്രസ്സുകളുടെ കാര്യം പറയാനാണെങ്കിൽ കോട്ടൺ, ലിനൻ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. വസ്ത്രങ്ങൾ എപ്പോഴും കഴുകി മാത്രം ഉപയോഗിക്കുക. നല്ല ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുക. വസ്ത്രത്തിനിടയിൽ കൂടി വായുസഞ്ചാരം എളുപ്പത്തിൽ നടക്കുന്നതും കോട്ടൺ, ലിനൻ എന്നീ വസ്ത്രങ്ങളാണ്. അപ്പോൾ ആ ടൈപ്പ് ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വേനൽക്കാലത്തും ചൂട് കൂടുതലുള്ള ദിവസങ്ങളിലുമൊക്കെ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ വസ്ത്രങ്ങൾ ധരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന് നല്ലത്. ഇനി കുളിക്കുമ്പോൾ മഞ്ഞൾ അരച്ചു പുരട്ടിയാൽ വിയർപ്പ് മണത്തിൽ നിന്ന് ശമനം ലഭിക്കും. അതുപോലെ നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് കുളിക്കുക. അത് ചർമ്മത്തിന് സംരക്ഷണം നൽകുന്ന ഒന്നാണ്. ഇനി കക്ഷത്തിലെ രോമങ്ങൾ നീക്കം ചെയ്ത ശേഷം നാരങ്ങ ഉപയോഗിച്ച് 2 കക്ഷങ്ങളിലും തേക്കുക. അല്പസമയം വെച്ചിരുന്ന ശേഷം കുളിക്കാവുന്നതാണ്. ബാക്ടീരിയകൾക്കെതിരെ ശക്തിയായി പ്രതികരിക്കാൻ ചെറുനാരങ്ങയ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് വിയർപ്പുനാറ്റം അകലുന്നതാണ്. ദുർഗന്ധം തടയാനായിട്ട് സഹായിക്കുന്ന ധാരാളം പൗഡറുകൾ ഇന്ന് ലഭ്യമാണ്. ഇനി അത്തരം പൗഡറുകൾ നോക്കി വാങ്ങുക. കുളി കഴിഞ്ഞ ശേഷം കക്ഷത്ത് പൗഡർ ഇടുക. വിയർപ്പ് രൂപപ്പെടാതെ മണിക്കൂറുകളോളം നിലനിർത്തുവാൻ ഇതിന് സാധിക്കും. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ധാരാളമായിട്ട് കഴിക്കുക. ചൂട് കാപ്പി, ചായ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കുക. അതിന് പകരമായിട്ട് ഫ്രഷ് ജ്യൂസോ തണുത്ത വെള്ളമോ നാരങ്ങ വെള്ളമോ ഒക്കെ നമുക്ക് കഴിക്കാം. ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിച്ച് അമിതമായ വിയർപ്പ് രൂപപ്പെടുന്നത് തടയും. ശരീരത്തിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് വിയർപ്പുനാറ്റത്തിന് കാരണമാവാറുണ്ട്. അതിനാൽ തന്നെ മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള തൈര്, ഏത്തപ്പഴം, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് ശരീരത്തിന് അമിതമായിട്ട് വിയർപ്പുള്ള വ്യക്തികൾ. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും വിയർപ്പുനാറ്റം പൂർണ്ണമായും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. അവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം. ബൈ.